വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ കോൺസെപ്റ്റ്സ് നമ്മൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ 5 ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ ഫോമുലാസും അതിൻ്റെ ന്യൂമറിക്കൽസും ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയുടെ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഫുള്ളായിട്ട് തീരുവാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ബെർണോളി ഡിസ്ട്രിബ്യൂഷനിൽ 2 ഔട്ട്കംസ് ആണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതായത് സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ. ഇവിടെ സക്സസിൻ്റെ പ്രോബിലിറ്റീനെ നമ്മൾ പി എന്നും ഫെയിലിയറിൻ്റെ പ്രോബിലിറ്റീനെ 1 - PU എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഫോമിൽ യൂസ് ചെയ്ത് സക്സസിൻ്റെ പ്രോബിലിറ്റി നമുക്ക് അറിയാമെങ്കിൽ ഫെയിലിയർ പ്രോബിലിറ്റി നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഈ ഫോമുല ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഒരു സ്റ്റുഡൻറ്റ് എക്സാം പാസ്സാകാനുള്ള പ്രോബിലിറ്റി 0.8 എന്നാണ്. എന്നാൽ ഇവിടെ കണ്ടുപിടിക്കാൻ എന്താണുള്ളത്? പ്രോബിലിറ്റി ഓഫ് ഫെയിലാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? പ്രോബിലിറ്റി ഓഫ് പാസ് നമുക്കറിയാമല്ലോ, അത് എത്രയാണ്? 0.8 ആണ് പി എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് പാസ് അറിയാമെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഫെയിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇപ്പം നമ്മൾ ഇക്വേഷൻ പറഞ്ഞില്ലേ, 1 - P ചെയ്യണം. പി എത്രയാണ്? 0.8 ആണ്. അപ്പോൾ 1 - 0.8 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 0.2 കിട്ടും. സോ ദ പ്രോബിലിറ്റി ഓഫ് ഫെയിലിംഗ് ഈസ് 0.2. ഈസി അല്ലേ? നെക്സ്റ്റ് നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഫോമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ആണ്. x എന്ന് പറയുന്നതോ നമ്പർ ഓഫ് സക്സസ്ഫുൾ ഔട്ട്കംസ് ആണ്. p എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് സക്സസ് ആണ്. 1 - P എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ്. ഈ വാല്യൂസ് നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നത്. ഇനി ഈ ഫോമുല യൂസ് ചെയ്ത് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ കൂടെ വർക്കൗട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ഫെയർ കോയിൻ 3 ടൈംസ് ടോസ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് എക്സാക്ട്ലി 2 ഹെഡ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ്. ആദ്യം തന്നെ നമുക്ക് ഗിവൺ ആയിട്ടുള്ള എല്ലാം എഴുതി വയ്ക്കാം. അപ്പോൾ n എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്പർ ഓഫ് ട്രയൽസ് അല്ലേ? ഇവിടെ എത്ര പ്രാവശ്യമാണ് നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നത്? 3 ടൈംസ് ആണ്. അപ്പോൾ n = 3 എന്ന് വരും. x എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്പർ ഓഫ് സക്സസ്ഫുൾ ഔട്ട്കംസ്. ഇവിടെ എക്സാക്ട്ലി 2 ഹെഡ്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 2 ആണ് എക്സിൻ്റെ വാല്യൂ. x = 2. ക്വസ്റ്റ്യനിൽ ഫെയർ കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഹെഡിനും ടെയിലിനും ഒരേ ചാൻസ് ആണ് അവിടെ. അതുകൊണ്ട് ഹെഡിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 എന്ന് പറഞ്ഞ് വരും. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 ആണ്. ഇവിടെ ഹെഡ്സിനെ സക്സസ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പി എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? P = 0.5. പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. ഇവിടെ ഹെഡ്സ് ആണ് നമ്മുടെ സക്സസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് P = 0.5 എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വാല്യൂസിനെ ബൈനോമിയൽ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇവിടെ P ഓഫ് x = 2 = 3C2 × 0.5 ഹോൾ സ്ക്വയർ × 0.5. ഈ 3C2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അത് നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ NCR ഫംഗ്ഷൻ യൂസ് ചെയ്തും ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പം നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ ഇരിക്കണം? 3 × 0.25 × 0.5 എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്താൽ മതി, അതായത് മൾട്ടിപ്ലൈ ചെയ്യുക ഇതിനെ 3നെയും കൂടെ. അപ്പോൾ നമുക്ക് ആൻസർ 0.375 എന്ന് കിട്ടും. സോ എക്സാക്ട്ലി 2 ഹെഡ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.375 ആണ്. നെക്സ്റ്റ് വരുന്നതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഫോമുലയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് നമ്പർ ഓഫ് ഇവൻറ്റ്സ് ആണ്. ഇ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ 2.718 ആണ്. ഈ വാല്യൂസ് ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഫോമുല ഒരു സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു കോൾ സെൻറ്ററിൽ ആവറേജ് 2 കോൾസ് പെർ മിനിറ്റ് റിസീവ് ആകുമെന്നാണ്. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് എക്സാക്ട്ലി 1 കോള് റിസീവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ്. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ആവറേജ് കോള് വരുന്നത് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലാംഡ എന്ന് പറയുന്നതാണ് ആവറേജ് നമ്പർ ഓഫ് ഇവൻറ്റ്സ്. ഇവിടുത്തെ ഇവൻ്റ് എന്താണ്? കോളാണ്. അപ്പോൾ ലാംഡ = 2. അതേപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 1 കോളാണ്. അപ്പോൾ x = 1 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനി ഈ വാല്യൂസ് പോയിസൺ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ പോയിസൺ ഫോമുല എന്ന് പറയുന്നത്? P ഓഫ്
എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്നുള്ളതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ലാംഡ വാല്യൂവും അതുപോലെ തന്നെ എക്സ് വാല്യൂവും ഈ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ വരും, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു 2 റേസ് ടു 1 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ എന്ന് വരും. ഇവിടെ ഇയുടെ വാല്യൂ 2.718 ആണ്. ഈ വാല്യൂ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഇ റേസ് ടു എക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ജസ്റ്റ് നമ്മളിതെല്ലാം കാൽക്കുലേറ്ററിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ അവിടെ കിട്ടും. 0.2706 എന്നാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഇനി ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കാൽക്കുലേറ്ററിൽ ചെയ്ത് കാണിക്കാം. സോ എക്സാക്ട്ലി 1 കോൾ റിസീവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.2706 ആണ് വരുന്നത്. ഇനി നമുക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോമുല നോക്കാം. യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിലെ എല്ലാ ഔട്ട്കംസിനും ഒരേ പ്രോബബിലിറ്റി ആണെന്ന് നമുക്കറിയാവുന്നതല്ലേ. അതായത് ഓരോ ഔട്ട്കമ്മിനും ഈക്വൽ ചാൻസ് അവിടെ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ ഒരു ഡൈസ് റോൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ 1 to 6 ഉള്ള എല്ലാ നമ്പേഴ്സിനും 1/6 ആണ് പ്രോബബിലിറ്റി വരുന്നത്. അതുകൊണ്ട് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ഈക്വൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നും വിളിക്കാറുണ്ട്. ഇനി നമുക്ക് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. ഇവിടെ ഒരു ഫെയർ ഡൈ ഒരു പ്രാവശ്യം റോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് ഇവൻ നമ്പേഴ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ്. അതായത് ഒരു ഡൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 1 to 6 എന്ത് വേണമെങ്കിലും നമുക്ക് ഔട്ട്കം കിട്ടാമല്ലോ. അതിൽ ഈവൻ നമ്പേഴ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട് അതിൽ, 2, 4, 6 അങ്ങനെ 3 ഫേവറബിൾ ഔട്ട്കംസ് ആണ് നമുക്കിവിടെ വരുന്നത്. ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ 1 to 6 വരെയാണ് വരുന്നത്. ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, നമ്മുടെ ഇക്വേഷൻ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് ഈസ് ഈക്വൽ ടു ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് അല്ലേ. ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 3 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 3/6 എന്ന് പറയുമ്പോൾ 1/2 അതായത് 0.5 എന്ന് കിട്ടും. സോ ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് 0.5 എന്ന് പറയുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ, മീഡിയൻ, മോഡ് ഇത് മൂന്നും ഒരേ വാല്യൂ ആണ്. അതുകൊണ്ട് ബെൽ കർവിൻ്റെ മിഡിൽ പോയിന്റിൽ തന്നെ ഈ 3 വാല്യൂസും വരും. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ നമുക്ക് പഠിക്കാനില്ല. ഇവിടെ ഒരു കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരുന്നാൽ മതി. ആ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ ഡാഷ് എന്നുള്ളത്. ഓപ്ഷൻ എ തന്നിരിക്കുന്ന ഡിഫറൻറ്റ്, ഓപ്ഷൻ ബി ഈക്വൽ. എന്താണ് മീൻ, മീഡിയൻ, മോഡ് എന്താണെന്നാണ് പറഞ്ഞിരുന്നത്, സെയിം ആണ്, ഈക്വൽ ആണ് 3 പേരും. അപ്പോൾ ആൻസർ എന്താ വരുന്നത്, ഓപ്ഷൻ ബി ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് വരാം. അപ്പോൾ താങ്ക് യു ഓൾ.